പത്തനംതിട്ട കസ്റ്റഡി മർദ്ദനത്തിൽ ആരോപണ വിധേയനായ ആലപ്പുഴ ഡിവൈഎസ്പി എം.ആർ. മധു ബാബുവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസാപത്രം. കുറുവാ സംഘത്തെ പിടികൂടി കേരളത്തിലെത്തിക്കാൻ പ്രവർത്തിച്ചതിനാണ് പ്രശംസ. മനീഷ് മാത്യുവിന്റെ വിവരങ്ങളുമായി. മനീഷ്, ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഒന്നും രണ്ടും ആരോപണങ്ങളല്ല. കസ്റ്റഡിയിൽ എടുത്ത് മർദ്ദിച്ചു, ഉപദ്രവിച്ചു എന്ന തരത്തിൽ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഈ സമീപകാലത്തായി. അതിൽ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രശംസ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്. എന്താണ് വിശദാംശങ്ങൾ? അഖില, ഡിവൈഎസ്പി ആയിട്ടുള്ള മധുബാബുവിനെതിരെ ആരോപണങ്ങൾ ഉയരുക മാത്രമല്ല, നേരത്തെ ഇയാൾ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ചേർത്തല കോടതി ഇയാൾക്കെതിരെ ശിക്ഷ വിധിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പണ്ടൊരാളെ ചുടുതനമടക്കം തേച്ച് മർദ്ദിച്ച കേസിലായിരുന്നു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇപ്പോഴും നേരിടുന്ന ഒരാളാണ് ഡിവൈഎസ്പി ആയിട്ടുള്ള, നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി ആയിട്ടുള്ള മധുബാബു. ഇപ്പോൾ നിലവിൽ മധുബാബുവിന് പ്രശംസ ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴയെ മൊത്തത്തിൽ ഭീതിയിലാക്കിയിരുന്ന കുറുവ സംഘവുമായി സംബന്ധിച്ച പ്രവർത്തനങ്ങളിലാണ്. അതായത് ഈ കുറുവ സംഘത്തെ തമിഴ്നാട്ടിൽ നടക്കം പിടികൂടി കേരളത്തിൽ എത്തിക്കുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ നേതൃത്വം വഹിച്ചത് മണ്ണഞ്ചേരി പോലീസാണ്. ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ വരുന്നത് ആലപ്പുഴയുടെ കീഴിലാണ്. ആ ആലപ്പുഴയുടെ ഡിവൈഎസ്പി ആയിട്ടാണ് നിലവിൽ ഇപ്പോൾ മധുബാബു പ്രവർത്തിച്ചു വരുന്നത്. ഇതുകൊണ്ടാണ് മധുബാബുവിനെ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന തരത്തിൽ മധുബാബുവിന് ഇപ്പോൾ ഒരു പ്രശംസ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. മധുബാബുവിന് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മണ്ണഞ്ചേരിയിലെ 17ഓളം വരുന്ന പോലീസ് സേന അംഗങ്ങൾക്കും നിലവിൽ ഇപ്പോൾ പ്രശംസ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മധുബാബു നേരിടുമ്പോഴും ഇതുമായി സംബന്ധിച്ച് അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നടപടികളിലേക്കോ പോലീസ് സേന കടന്നിട്ടില്ല എന്നിരിക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ കുറുവ സംഘവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മധുബാബുവിന് പോലീസ് മേധാവിയുടെ പ്രശംസ എത്തിയിരിക്കുന്നത്. അഖില. ശരി, മനീഷ് മാത്യുവാണ് വിവരങ്ങൾ നൽകിയത്.